ഹായ് വെൽക്കം ടു Swethaz കിച്ചൺ. ഇന്ന് നമുക്ക് കോളിഫ്ലവർ ചില്ലി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ശരി, ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാദ്യം കോളിഫ്ലവർ ഇതുപോലെ കഷ്ണാക്കി വെക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് നേരം കുതിർത്ത് വെക്കുക. 5 മിനിറ്റിൽ കൂടുതലാവാൻ പാടില്ല, അപ്പോൾ അത് നല്ല സോഫ്റ്റായി പോകും. എന്നിട്ട് പച്ചവെള്ളത്തിൽ 3-4 പ്രാവശ്യം നല്ല കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് വെക്കണം. ഇനി ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കണം. അതിന് നമ്മൾ ഒരു മസാല അരക്കണം. ആദ്യം ഒരു ബൗളെടുത്ത് വെക്കുക. അതിൽ 4 ടേബിൾ സ്പൂൺ റവ ഞാൻ പൊടിച്ചതാണ് എടുത്തത്, അത് ഇതിലേക്ക് ഇടാം. പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിനാവശ്യമുള്ള വെള്ളം ചേർക്കുക. അധികം വെള്ളം ചേർക്കാൻ പാടില്ല, ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നോക്കാം. ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് പിന്നെയും ഒന്നും കൂടി കുറുകി വരും. എന്നിട്ട് അതിന് ശേഷം വേണം നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഇത് കട്ടിയൊന്നും കെട്ടാണ്ട് നല്ല മിക്സാക്കിയിട്ട് എടുക്കണം. പിന്നെ അതിൽ റവ നല്ലോണം പൊടിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഞാനിത് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിൽ ചേർത്തിട്ട് നല്ലോണം എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിക്കണം. എല്ലാ കോളിഫ്ലവറിലും ഇത് നല്ലോണം പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലോണം അതിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം നല്ലോണം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരണം. ഇനി ഇത് വറുത്തെടുക്കുക. അതിന് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് നല്ലോണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ ഉള്ളെല്ലാം നല്ലോണം വെന്ത് വരും. അപ്പോൾ നല്ല നമ്മൾക്ക് കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കറുമുറാന്നിരിക്കണം. അത് അങ്ങനെ പൊരിച്ചെടുക്കണം നമ്മൾ. അപ്പോൾ ഞാനിത് എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുത്ത്. അപ്പോൾ ഇത് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മളെല്ലാ കോളിഫ്ലവറും പൊരിച്ചെടുക്കണം. ഇനി നമുക്കിതിന് കൂട്ട് തയ്യാറാക്കണം. അതിന് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിൽ 2 ഉണക്കമുളക്, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. അതിന് ശേഷം 2 സവാളയും അതിലേക്ക് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് അതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. അത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇത് വഴറ്റണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റി ഉള്ളി നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലേൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക.
ഇപ്പോൾ നമ്മൾ പൊടികളുടെ പച്ചമണെല്ലാം മാറിയിട്ട് സവാള നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിൽ ചേർത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ കോളിഫ്ലവർ ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം.